ഈ തൃശ്ശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 10,000-കണക്കിന് കള്ളവോട്ടുകൾ പൊന്നാനിയിൽ നിന്ന്, ആലത്തൂരിൽ നിന്ന്, അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല. ആദ്യമൊക്കെ പറഞ്ഞതാണോ ഇപ്പൊ പറയുന്നതാണോ സത്യമെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ ആവർത്തിച്ച് ചെണ്ടകുട്ടി പറഞ്ഞിരുന്നൊരു വാക്കുണ്ടല്ലോ, മണിപ്പൂർ. ഈ മണിപ്പൂരിൽ നടന്നത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കലാപമായിരുന്നു. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ കലാപം നടന്നിട്ടില്ല എന്ന് ഇന്ന് ഈ 2 ദിവസം മുമ്പാണ് കേരളത്തിൽ 2 സഭകൾ തുറന്നു പറയാൻ തയ്യാറായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രചരണം പൊട്ടി പാളീസായി എന്നല്ലേ നിങ്ങൾ സമ്മതിക്കേണ്ടത്? നിങ്ങൾ പറയുന്ന പ്രചരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ജനങ്ങൾ BJPക്കൊപ്പം നിൽക്കാൻ തയ്യാറായി, വിജയിപ്പിക്കാൻ തയ്യാറായി. ഇത് കേരളമാണ്, ഇവിടെ താമര വിരിയില്ല എന്ന് 100 വട്ടം ഇതാ ഞങ്ങൾ അക്കൗണ്ട് പൊട്ടിച്ചു. എന്തൊക്കെ ആക്ഷേപമാണ് സർ ഈ ജനാധിപത്യത്തിന് പോലും വില കൽപ്പിക്കാൻ നിങ്ങൾ നടത്തിയത്. അവിടെ ഞങ്ങൾ ജയിച്ചു വന്നല്ലേ, സമ്മതിക്കണം. 4-ാം തീയതി വന്ന് EVM-ന്റെ കുഴപ്പം പറയരുത്. 4-ാം തീയതി വന്നിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് പറയരുത്. ഇനി അടുത്ത വാദോ അതെടുത്ത ന്യായോ അതാ പറയാൻ പോകുന്നത്. ഇപ്പൊ അതിലേക്ക് എത്തിക്കഴിഞ്ഞു. മലയാളത്തിൽ ഭാഷയിൽ പറയാൻ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. പക്ഷെ ഇന്നലെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇവിടെ വന്ന് വെല്ലുവിളിക്കുകയാണ്. എന്താണ്? ഞങ്ങൾ 60,000 കള്ളവോട്ട് ചേർത്തപ്പോ നിങ്ങളെ കൊണ്ട് തടയാൻ പറ്റിയില്ലല്ലോ, നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തുകൂടെ എന്നാണ് മാധ്യമങ്ങളിലൂടെ. ആരോടാ ചോദിക്കുന്നത്? കേരളത്തിലെ പൊതുസമൂഹത്തിനോടാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തൂങ്ങിച്ചത്തൂടെ എന്ന്, അല്ലേ? എന്നിട്ട് താമം ചെയ്തു. ഞാൻ കേട്ടോണ്ടെങ്കിൽ പോകുന്നു. ാണ് സുരേന്ദ്ര വേറെ ആളുകളുടെ പേര് പറയുന്നത്. ഞാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ്. ആണത്തമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ വന്ന് മത്സരിക്ക്. കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും. ഇവരെങ്ങനെയാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത്? ആരാണ് ഇവരുടെ നേതാവ്? എന്താ നിങ്ങളുടെ പരിപാടി? ആരാ നിങ്ങളുടെ നേതാവ്? എന്താ നിങ്ങളുടെ പരിപാടി? നിങ്ങൾക്ക് പരിപാടിയില്ല, നേതാവില്ല. എന്തിനാ രണ്ടുപേരും ചിരിക്കുന്നത്? ഞങ്ങൾ നിരന്തരമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് തോറ്റ് ഇലക്ഷൻ നിങ്ങൾക്ക് അറിയാം, എത്രയോ തവണ തോറ്റ് ഞങ്ങൾ 2 സീറ്റിൽ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് രാജീവ് ഗാന്ധി നോക്കി പരിഹസിച്ചിട്ടുണ്ട്. നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ നിരന്തരമായി ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ട് ജനങ്ങളുമായി സംവദിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്ത് കോൺഗ്രസിന് ഒരു ബദൽ ഉണ്ടാക്കാൻ ഈ രാജ്യത്ത് സാധിക്കുമെന്ന് തെളിയിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഭാരതീയ കേരളം. തൃശ്ശൂരിൽ നിങ്ങൾ ജയിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ഒട്ടേറെ കാരണങ്ങളുണ്ട്. വർഗീസും സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇരട്ടപറ്റ മക്കളെ പോലെയാണ്. നാഭീനാള ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ ഈ 2 കൂട്ടരും മുപ്പർക്ക് പല മോഹങ്ങളുണ്ട്, അല്ലെ? ഈ കാലങ്ങൾ കഴിഞ്ഞാൽ ഇപ്പുറത്തോ അപ്പുറത്തെ മണ്ഡലത്തിലോ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മേയർ ഇരിക്കുന്നത്. നല്ല മാർക്ക് വാങ്ങി ജയിച്ചതിന് കിട്ടുന്ന ഒരു ആദരവ് അത് സ്വീകരിക്കാൻ സന്തോഷത്തോടെ എത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളെയും രക്ഷകർത്താക്കളെയും മുമ്പിലിരുത്ത്. സദസ്സിലിരിക്കാൻ വേറെ ആളില്ല. ഈ കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് തെമ്മാടി രാഷ്ട്രീയം പറയാണ്. തെമ്മാടി രാഷ്ട്രീയം, ഇല്ലാത്ത കള്ളങ്ങൾ. ഇതിനെയൊക്കെ ചൂലെടുത്തടിക്കണ്ടേ? വേറെ സാധനത്തിൽ അമേദ്യത്തിൽ മുഖ്യ ചൂല് വെച്ചാണ് അടിക്കേണ്ടത്, വെറും ചൂല് വെച്ചല്ല. നാദരിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആഭാസത്തരം പറയുന്ന ഇവനെയൊക്കെ അമേദ്യത്തിൽ മുഖ്യ ചൂല് കൊണ്ട് അടിക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നവന്മാർ ഇവിടെ വന്ന് തോളി കൈയിട്ടേച്ച് പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഇവനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല. അതേ സ്റ്റാൻഡേർഡേ ഉള്ളൂ. ആദർശമാണ് മുന്നിലെങ്കിൽ അയാൾ BJP വിടാൻ പാടില്ല. വീട്ടേച്ച് വീട്ടിയിരിക്കണം. ഏതാ ആദർശമാണ്? അപ്പൊ ആദർശമല്ല, അവസരത്തിന് വേണ്ടിയാണ്. ഒരു ജില്ലയിൽ 150 പേരും 200 പേരും ഉള്ള കമ്മിറ്റി ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഏതാണ്ട് 60 വൈസ് പ്രസിഡന്റും എങ്ങാണ്ടാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്കാണ് ആഗ്രഹം കൊണ്ട് കടലിൽ ചാടിയിരിക്കുകയാണ്. നടുകടലിലേക്ക് എടുത്തു ചാടി. BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് നടുകടലിലേക്ക് എടുത്തു ചാടി. അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട. ചാനലിൽ പറഞ്ഞിടക്കിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിച്ചവന്മാർ 2 കൂടി തോളി കയറ്റേച്ച് പത്തനാപുരത്ത് വന്ന് വെട്ടിക്കവലേക്ക് വന്നതായിട്ട് പറഞ്ഞു. പക്ഷെ ഒന്നും മനസ്സിലായില്ല. ആരോടാ പറയുന്നറിയാമോ? കുഞ്ഞുങ്ങളോട്. ഇവനൊക്കെ ചൂലെടുത്ത് അടി കൊടുക്കണം. എന്തെന്നറിയാം? ഇവനൊക്കെ ചൂലെടുത്ത് അടി കൊടുക്കണം. വെട്ടിക്കവലയിൽ വന്നിട്ട് യവന്മാരെ പരിപാടി വെച്ച്. എന്തോ പരിപാടി എന്നറിയാം? കൊടിക്കുന്ന് സുരേഷിന്റെ പടം വെച്ച്. അദ്ദേഹം വന്നില്ല. യവന്മാരെ പരിപാടി, ഈ 2 അളിയന്മാരും കൂടെ വന്നേ ചെയ്ത പരിപാടി കുഞ്ഞുങ്ങൾക്കെല്ലാം +2-ന് A+ കിട്ടിയ കുഞ്ഞുങ്ങൾക്കെല്ലാം അവാർഡ് കൊടുക്കും പരിപാടിയാണ്. കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും നിറച്ചിരിക്കുക. അവരെ മൊമെന്റോ വാങ്ങിച്ച് അവരെ അഭിനന്ദിച്ച് വിടുന്നതിന് പകരം അളിഞ്ഞ രാഷ്ട്രീയം പറയണേ അവന്മാർ 2 കൂടെ. ബെസ്റ്റ്. ഇവൻ മഹാ തെണ്ടി തന്നെ.
ഇവരെ ചൂലെടുത്തടിക്കണ്ടേ? ഇവരെയൊക്കെ ചൂലെടുത്തടിക്കണ്ടേ? വേറെ സാധനത്തിൽ അമേദ്യത്തിൽ മുഖ്യ ചൂല് വെച്ചാണ് അടിക്കേണ്ടത്, വെറും ചൂല് വെച്ചല്ല. നാണമില്ലാത്തവരോട് എന്ത് പറയാൻ? ഇവിടെ ആരെയാണ് മുമ്പിൽ ഇരുത്തിയെന്ന് ഞാൻ കണ്ടില്ല, പക്ഷെ അവിടെ ഇരുത്തിയത് കുഞ്ഞുങ്ങളെയാണ്. അവാർഡ് ദാനം, കുഞ്ഞുങ്ങൾക്കുള്ള അവാർഡ് ദാനം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച്. എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിനെ പോലെ മുത്തുകുടം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അല്പന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുഞ്ഞുങ്ങളെ ആദരിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആഭാസത്തരം പറയുന്ന ഇവനെയൊക്കെ അമേദ്യത്തെ മുഖ്യ ചൂല് കൊണ്ട് അടിക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാര്യം വിചാരിച്ചോ? ഈ പളപളപ്പും ഈ മിനുമിനുപ്പും ഒക്കെ ഇനി ഏതാനും മാസങ്ങളുടെ മാത്രം അകലെയാണ്. അത് മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ BJP-യുടെ കാലം ഇന്ത്യ മഹാരാജ്യത്ത് കഴിയാറായി. അതെന്ന് പോലും പറയാൻ പറ്റില്ലല്ലോ. അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നല്ലേ? ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമല്ലേ ഇന്ത്യ മുന്നണിയുടേത്? ഞങ്ങൾ നിലവിൽ ഭരിക്കുന്നവരാണ്. ഞങ്ങൾ ഈ ഇത്രയും 10-16 സംസ്ഥാനം ഭരിക്കുന്നവരാണ്. ഞങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു ആധികാരികതയുണ്ട്. അവര് പറയുന്നതിന് ഈ സ്വപ്നത്തിനപ്പുറം എന്താ ഉള്ളത്? വേണമല്ലോ, റേറ്റിംഗ് വേണമല്ലോ. അതിന്റെ ഭാഗമായി BJP തോൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറെ ആളുകൾ കാണാനുണ്ടാകും. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണം നടക്കുന്നു എന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു ലിവിംഗ് ടുഗദർ മാത്രമായിരുന്നു. ഇതൊരു കല്യാണം ആയിരുന്നില്ല. ഇന്ത്യ മുന്നണി ലീഗലി മാരീഡ് അല്ല, അതൊരു ലിവിംഗ് ടുഗദർ ഉയരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിൽ കുട്ടി ഉണ്ടാകാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും 1-ാം തീയതി കഴിഞ്ഞാൽ ഇത് പിരിച്ചുവിടാൻ പോകുന്ന ഒരു ബന്ധം മാത്രമാണ്. മുത്തലാഖ് ചൊല്ലി നിങ്ങൾ പിരിയാൻ പോവുകയാണ്. ഇതിലപ്പുറം ഒന്നും സംഭവിക്കാൻ പോകും. വിചാരിച്ചോ? ഈ പളപളപ്പും ഈ മിനുമിനുപ്പും ഒക്കെ ഇനി ഏതാനും മാസങ്ങളുടെ മാത്രം അകലെയാണ്. അത് മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ BJP-യുടെ കാലം ഇന്ത്യ മഹാരാജ്യത്ത് കഴിയാറായി എന്നുള്ളതിന് ഈ മലയാളത്തിൽ ഭാഷയിൽ പറയാൻ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ഇവരെങ്ങനെയാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത്? ആരാണ് ഇവരുടെ നേതാവ്? എന്താ നിങ്ങളുടെ പരിപാടി? എന്ത് പ്രഹസനമാണ് സജീദ്? നിങ്ങൾ ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് മുന്നണി വെച്ചിട്ടാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം നിങ്ങൾ നേരിടാൻ പോകുന്നത്? നരേന്ദ്രമോദിയുടെ BJP-യുടെ കാലം ഇന്ത്യ മഹാരാജ്യത്ത് കഴിയാറായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണ. കോൺഗ്രസ് ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസും ജീവിക്കുന്നത് ഒരു പാരലൽ വേൾഡിലാണ്. ആ പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ആളുകൾക്ക് വാസ്തവത്തിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരു ബന്ധവുമില്ല. അവർക്ക് അണ്ടർഗ്രൗണ്ടിലാണ് ബന്ധമുള്ളത്. അവര് ഭൂമിയുടെ അടിയിൽ അവരെ സംസ്കരിച്ചിരിക്കുകയാണ് ജനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒരു പ്രഖ്യാപിത ഹിന്ദുവാണെന്ന് പറയാൻ ഒട്ടും മടിയില്ലാത്ത ആളാണ്. എടുപ്പെടുക്കുമ്പോൾ മാത്രം ഞാൻ ജനുധാരി ബ്രാഹ്മണാണ് എന്ന് പറഞ്ഞ് ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങുക, ചില സംസ്ഥാനങ്ങളിൽ പോയാൽ അമറാവുക, ചില സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അക്ബർ ആവുക, മറ്റു ചില സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ സൗകര്യത്തിന് വേണ്ടി ആന്റണി ആവുക. ആ പരിപാടിയൊന്നും നരേന്ദ്രമോദിക്കില്ലല്ലോ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി തായ്ലൻഡിൽ വിഭാസന ധ്യാനം ഇരിക്കാൻ എന്ന പേരിൽ മുങ്ങിയതൊക്കെ നമുക്കറിയുന്ന കാര്യമല്ലേ? അനിതര സാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമല്ലേ? കോൺഗ്രസ് പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ ശ്രീ അനിൽ ബോസിനെ പോലെയുള്ളവരെ ചാനലിൽ വന്നിരുന്ന് ന്യായീകരിക്കാൻ വിട്ടിട്ട് അവർ സുഖലോലുപതരായി ലോകത്ത് എവിടെയൊക്കെയോ കറങ്ങി നടക്കുകയാണ്. സൈന്യത്തെ തന്നെ അവഹേളിക്കുന്ന എത്രയോ പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടാവും. സൈന്യത്തോട് വലിയ മതിപ്പുള്ള ഒരു വിഭാഗം ജീവിക്കുന്ന ഒരു പ്രദേശത്ത് കടന്നു ചെന്ന് സൈന്യത്തിനെതിരായിട്ടുള്ള നറേറ്റീവ് പറയുന്നു. നിങ്ങൾ സൈന്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു. കരസേന മേധാവിയെ തെരുവ് ഗുണ്ട എന്ന് വിളിക്കുന്നു. സർജിക്കൽ സ്ട്രൈക്കിന് തെളിവ് ചോദിക്കുന്നു. എയർ സ്ട്രൈക്കിന് തെളിവ് ചോദിക്കുന്നു. പാകിസ്ഥാന്റെ നറേറ്റീവിന് അനുകൂലമായിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ പറയുന്ന നറേറ്റീവ് വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളിപ്പോ എന്താ പറയാ, എല്ലാ ജനങ്ങളുടെയും മസ്തിഷ്കത്തിന്റെ കുത്തവകാശം ഞങ്ങളുടേതാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയുമോ, ഡോക്ലാം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ മുഖാമുഖം നോക്കി നിൽക്കുന്ന ആ ദിവസങ്ങളിൽ ഒരു ദിവസം രാത്രി ഈ രാഹുൽ ഗാന്ധി അതീവ രഹസ്യമായി ഡൽഹിയിലെ ചൈനീസ് എംബസിക്കകത്ത് കടന്നു ചെന്ന് അവരുടെ ആതിഥ്യം സ്വീകരിച്ചു. അവരുടെ അതിഥിയായി അവരുടെ പാർട്ടിയിൽ പങ്കെടുത്തു. എപ്പോഴാണ്? ഇന്ത്യ ചൈന ഭടന്മാർ അതിർത്തിയിൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ. ഇന്ത്യയും ചൈനയും ഔദ്യോഗികമായി ചർച്ചകൾ നിർത്തിവെച്ച സമയത്താണ് രാഹുൽ ഗാന്ധി ചൈനയുടെ ആതിഥ്യം സ്വീകരിക്കുന്നത്, അതും രഹസ്യമായി. ഇത് പുറത്തു വന്നപ്പോൾ ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസിന് സമ്മതിക്കേണ്ടി വന്നു. രാഹുൽ ഗാന്ധി ചൈനീസ് എംബസിയിൽ പോയി അർദ്ധരാത്രിയിൽ പോയി ആതിഥ്യം സ്വീകരിച്ചു എന്നുള്ളത് കോൺഗ്രസിന് സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോ ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ ലൈസൻസ് പണിയെടുക്കുന്നത് കോൺഗ്രസുകാരും കൂടിയാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിട്ടത് രാഹുൽ ഗാന്ധി അല്ലേ? നിങ്ങൾ തമ്മിൽ പരസ്പര സഹകരണത്തിന് കരാർ ഒപ്പിട്ടിട്ടില്ലേ? ചൈനയുടെ താല്പര്യങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കാനല്ലേ നിങ്ങൾ കരാർ ഒപ്പിട്ടുള്ളത്? രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണ മനസ്സിലായല്ലോ.
നേരത്തെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് പോയ ഒരാൾ എവിടെയും എത്താതെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞാനിവിടെ കോൺഗ്രസിന്റെ പരിപാടിയിലൊക്കെ സജീവമാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. എന്നെ കോൺഗ്രസുകാർ 14 ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു. അവരുടെ കൂടപ്പുറപ്പായിട്ട് എന്നെ കൂടെ കൂട്ടിയിരിക്കുന്നു. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നി. അവന് സീറ്റ് കിട്ടാത്തതിന്റെ ദണ്ണം BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാലക്കാട് അവസരം കൊടുക്കാത്തത് കൊണ്ട് BJP-യും RSS-ഉം വിട്ട് അയാൾ കോൺഗ്രസിൽ ചേർന്നു. കാരണം അതേ സ്റ്റാൻഡേർഡേ ഉള്ളൂ. ആദർശമാണ് മുന്നിലെങ്കിൽ അയാൾ BJP വിടാൻ പാടില്ല, വീട്ടിലിരിക്കണം. ഏതാ ആദർശമാണ്. അപ്പൊ ആദർശമല്ല എന്ന ഇവനെയൊക്കെ അമേദ്യത്തി മുഖ്യ ചൂല് കൊണ്ട് അടിക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്?